റിയൽ ലൈഫ് സ്റ്റോറി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടോ നമ്മൾ ചാനലിൽ വീഡിയോസ് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ നാളായി. അത് എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് കാലതാമസം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗാണ്. വേറെ എങ്ങുമല്ല, ആലപ്പുഴയിലെ ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ലാസ്റ്റ് മന്ത് ആലപ്പുഴ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക കേട്ടോ. നമ്മൾ KSRTC ബസ്സിലാണ് കേട്ടോ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സർവീസസ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. ആലപ്പുഴ പോയിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. റോഡിൻ്റെ രണ്ട് സൈഡിലും കായലും കണ്ടവും കൃഷികളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടർന്ന് കുറേ ഇങ്ങ് വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. കാരണം മഴ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയ സമയം തന്നെ നല്ല മഴയായിരുന്നു. അപ്പം അവിടെ ചെല്ലുമ്പോൾ എന്താവും എന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. എന്താണെങ്കിലും നമ്മൾ രാവിലെ തന്നെ അങ്ങ് ഇറങ്ങി. ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോകുന്ന വഴിക്ക് ഇറങ്ങിയ സമയത്ത് മഴ ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന കുറേ ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പം നമുക്ക് അവിടെ നമ്മൾ മെയിൻ പോകുന്നത് ബീച്ചിലാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണേലും ഇറങ്ങിയതല്ലേന്ന് വിചാരിച്ച് നമ്മളങ്ങ് പോയി. കുറേ യാത്ര ചെയ്തതിന് ശേഷം നമ്മളിത് ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ആലപ്പുഴ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. നമ്മൾ ഓട്ടോയ്ക്കാണ് പിന്നെ അവിടുന്ന് ബീച്ചിലേക്ക് പോയത് കേട്ടോ. നമ്മൾ 2020 ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് വന്നതും പോയതും എല്ലാം ഒരേപോലെയാണ്. കാരണം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു പർപ്പസ് വെച്ചിട്ടാണ് വന്നത്. കാരണം അന്ന് നമുക്കിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ട് വേണം കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെന്താണേലും ബീച്ചിൽ വന്നു കേട്ടോ. ബീച്ചിൽ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് മഴ കുറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആ സമയം തന്നെ നല്ല കാറ്റും ഇതൊക്കെ ആയിട്ട് ജലദോഷത്തിന് ജസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ കുടയും കൊണ്ട് പോകുന്ന ഞങ്ങൾ ആദ്യത്തെ, അതായത് ഞങ്ങൾ കസിൻസൊക്കെ കൂടി പോയാലും ഇങ്ങനെ മഴയെന്നുള്ളൊരു ഇതിൽ വെച്ചിട്ട് ഞങ്ങൾ ഇതുവരെയും ബീച്ചിൽ ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ. നേരത്തെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും നാട്ടിൽ വന്നാൽ ചങ്ങനാശ്ശേരി വന്നു കഴിഞ്ഞാൽ പോകുന്നൊരു സ്പോട്ടാണ് ആലപ്പുഴ ബീച്ച്. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻസും എല്ലാം കൂടി, അല്ലാതെ ഞാനും ചേട്ടായി അല്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരികയാണ്. അതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആളിവിടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പോയതാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോയുടെ കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. അത് തന്നെ അത് പോയി കാണണം കേട്ടോ. എന്നിട്ട് വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങൾ പർപ്പസ്ഫുള്ളി രണ്ടാമത് ഇവിടെ വീണ്ടും വന്നത് എന്നുള്ളതിൻ്റെ കാര്യം മനസ്സിലാവും. അപ്പം ഞാൻ ഇതിലേക്ക് ഇറങ്ങണം. ആദ്യം മഴയും ഒരു ജലദോഷത്തിനൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ കടലല്ലേ, എത്ര നമ്മൾ കരയിൽ നിന്നാലും നമുക്ക് ഇറങ്ങാനുള്ള ടെൻഡൻസി കൂടി വരും. കരയിൽ നിന്നൊക്കെ ജസ്റ്റ് കാല് നനയ്ക്കാൻ നിന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ബീച്ചിൽ നിന്ന് തിരിച്ച് കയറാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കാരണം സമയം പോയതേ അറിഞ്ഞില്ല. നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കും തോറും നമുക്ക് ടൈം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചെന്ന സ്ഥലത്ത് തിര കുറവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും തിര ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. പിന്നെ കോസ്റ്റ് ഗാർഡൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്തും വലിയ ആൾക്കാരില്ല. അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ പോലെ നമ്മളെവിടെ ചെന്നാലും മെയിനായിട്ടും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ആണല്ലോ നമ്മുടെ മെയിനെയും. അപ്പോൾ അതുപോലെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ
പിന്നെ കുറേ നേരം ഞങ്ങളവിടെ നിന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. ഞങ്ങൾ 2020 ഞങ്ങൾ പോയ പോലെ ഒരു ഇതല്ലായിരുന്നു. അവിടെ ജസ്റ്റ് ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ബീച്ചിൽ നിന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് പോവായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ നല്ല പോലെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.